ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് പ്രധാനമായിട്ടും കിഡ്സിൻ്റെ പ്ലേയിങ് സെക്ഷനാണ്. ഒരുപാട് റൈഡുകളും ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പം ചിൽഡ്രൻസിനൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ല വെറൈറ്റി ടൈപ്പിലുള്ള സീസോസ് ഒക്കെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പാർക്കിൽ ഏകദേശം ആൾ കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ പാർക്കിലേക്ക് വന്നത്. ആദ്യകൂട്ടിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഈ ഐറ്റമാണ്. ഇവിടെ ഇങ്ങനെ ചാടി കളിക്കാനായിരുന്നു അവന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. കുറേ ടൈം അവൻ ഇവിടെ സ്പെൻഡ് ചെയ്തു. പ്രധാനമായിട്ടും കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി ആയിട്ട് ഔട്ടിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. കുട്ടികളുടെ ഈ പാർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ചാർജസ് ആണുള്ളത്. നമ്മൾ കയറുന്ന ആക്ടിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്താൽ മതി. കുട്ടികൾക്ക് അപകടമൊന്നും വരുത്താതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവരെ ശ്രദ്ധിക്കണം. ബൗൺസിങ് ബലൂണും ഈ എല്ലാ റൈഡുകളും ഒക്കെ 70 റുപ്പീസ് ചാർജിൽ വരുന്നുണ്ട്. എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്ന ഐറ്റംസ് ആണ് കൊളംബസ്, ബ്രേക്ക് ഡാൻസ്. ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ള റൈഡാണ്. ചിലർക്കൊന്നും പറ്റത്തില്ല, കുട്ടികൾക്കൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ബോട്ടിങ്ങും. ഇതിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഈ 70 റുപ്പീസ് ചാർജിൽ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പം ഗായ്സ്, ഇന്നത്തെ വീഡിയോ കണ്ടവര് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ആദ്യകൂട്ടൻ ഈ കയറി പോകുന്ന ഐറ്റാണ് ബൗൺസിങ് ബലൂണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവൻ ഇഷ്ടപ്പെട്ട ഗെയിമുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. കുറേ ടൈം ഇതിൽ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെ കളിച്ചു. ഇതിങ്ങനെ പിടിച്ച് കയറിയിട്ട് അവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയായി. മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറി പിന്നെ സ്ലൈഡ് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ അവന് ഒരുപാട് സന്തോഷമായിരുന്നു. ഇത് അടിപൊളി ഗെയിമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കിടലാണ്, എല്ലാവരും ഉറപ്പായിട്ടും ഇത് കയറണം. ഞാൻ ആക്ച്വലി വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചതാണ്, അമ്മ ഞാനൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹത്തിനാണ് അവനിങ്ങനെ വീഡിയോൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്. ബൗൺസി ബലൂണിനും റൈഡുകൾക്കും കൂടിയിട്ട് 70 രൂപയാണ് ചാർജ് വരുന്നത്. ഇതിനകത്ത് ഊഞ്ഞാല്, അതേപോലെ കറങ്ങുന്ന യന്ത്രങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഈ പിരമിഡൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. വികൃതികളായിട്ടുള്ള നല്ല കുരുത്തം കെട്ട മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ നൂല് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്, അതായത് ഈ കയറ് പിടിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ആദ്യകൂട്ടം കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് പേടിയായിരുന്നു അവനെ കയറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ കയറാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അവനോട് വേണ്ട, ബാക്കി കയറണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കളിക്കാൻ വിടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം കൂട്ടത്തിൽ നിന്ന് പരിക്ക് പറ്റാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ആക്ടിവിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തിയും താന്നും കളിക്കുന്നത്. ആദ്യകൂട്ടൻ ഇതിൽ കയറിയപ്പം പേടിയായിരുന്നു താഴത്ത് വീണ് പോകുമെന്ന്. അതുകൊണ്ട് നമ്മൾ താഴത്ത് ഇറക്കി. അവന് 5 വയസ്സാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സൈഡിലുള്ള എല്ലാ ആക്ടിവിറ്റിയിലും കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഊഞ്ഞാലാടാനാണ്. കുട്ടികൾ ഊഞ്ഞാലാടുന്ന സമയത്ത് കൂടെ വന്ന ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സിറ്റിംഗ് ബെഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ വാച്ച് ചെയ്യാം. നമ്മൾ കയറുന്ന സമയത്ത് 1-2 ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളും കുറവായിരുന്നു. കുറച്ച് സമയം അവൻ ഒറ്റയ്ക്ക് കളിച്ചതിന് ശേഷം പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാനാണ് പിന്നെ അവന് ഊഞ്ഞാലാട്ടി കൊടുത്തത്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അങ്ങനെയാണല്ലോ, കുറേ സമയം ഒറ്റയ്ക്ക് കളിച്ചാൽ പിന്നെ അവർക്ക് ബോറടിക്കും. ആരെങ്കിലുമൊക്കെ കൂടെ കളിക്കാനുണ്ടാവുമ്പോഴേ അവർക്കും അതിലൊരു എൻജോയ്മെൻറ്റ് ഫീൽ ചെയ്യുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരിക്കാനുള്ള പ്ലേസ്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അവൻ കളിക്കുന്നതൊക്കെ നോക്കി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ഏരിയ. ഇവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ചാർജസ് ആണ്. ബ്രേക്ക് ഡാൻസ്, കൊളംബസ്. ഈ ബ്രേക്ക് ഡാൻസിൻ്റെ ഇത് കാർ റൈഡിങ് ആണ് കേട്ടോ, പാട്ടൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ മേലോട്ട് പോയി താഴോട്ട് വരുന്ന കുട്ടികളുടെ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് അതൊക്കെ നമുക്ക് സ്പെഷ്യൽ ചാർജ് കൊടുത്തിട്ട് വേണമെങ്കിൽ കയറിയാൽ മതി. ഞങ്ങളുടെ ആദ്യം ചെറുതായതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും ഓരോ ആക്ടിവിറ്റീസിലായിട്ട് എൻജോയ് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം ഈ കിഡ്സിൻ്റെ ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനി വലിയവർക്കാണെങ്കിൽ സിപ്പ് ലൈനും സിപ്പ് കാറും ഇവിടെ അവൈലബിൾ ആണ്. സൂര്യൻ ഏകദേശം അസ്തമിച്ച് തുടങ്ങി. നമുക്ക് ഇവിടുന്ന് നല്ലൊരു സണ്ണിൻ്റെ വ്യൂ ഒക്കെ കിട്ടി. നല്ലൊരു അടിപൊളി സൺസെറ്റ് തന്നെ കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കൊളംബസ് റൈഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന് 40 രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഏകദേശം ഒരു 6-6:30 മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സൈഡ്. ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മൾ വന്നപ്പത്തിനേക്കാട്ടും കൂടുതൽ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പോയിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു. പുറത്ത് നിന്നിട്ട് ഈ താറിൻ്റെ വ്യൂ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ലൈറ്റൊക്കെ മിന്നിച്ച് വരുന്ന വരവൊന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ദിവസം അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അബദ്ധം റോഡായിരുന്നു. ഈവൻ ഞങ്ങൾ താറിൽ വന്നിട്ട് പോലും ഞങ്ങൾക്ക് ഭയങ്കര കുലുക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഛർദ്ദിക്കാഞ്ഞത് ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം മുകളിലെത്തിയപ്പം. അപ്പോൾ നമ്മൾ താഴത്തോട്ട് വരുമ്പം ഓപ്പോസിറ്റ് വേറൊരു റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിലെയാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് കാലിക്കറ്റിലേക്കാണ് പോകേണ്ടത്. ഈ സ്ഥലം ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഈ റോഡിൻ്റെ ഈ ഭാഗമൊക്കെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ആയിട്ട് വണ്ടി നിർത്തി ഇറങ്ങി കാണാൻ വേണ്ടി പറ്റും. അരിമ്പ്ര മലനിരകളുടെ നല്ലൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷനൊക്കെ ഭയങ്കര ക്രേസാണ്. നല്ല കുന്ന്, മല, റോഡ് അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സൈഡിൽ വണ്ടി ഒതുക്കി കുറച്ച് നേരം ഇതൊക്കെ കണ്ടിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ വിശന്നപ്പം യമ്മിയിൽ കയറി. യമ്മിയിൽ നിന്ന് നമ്മൾ ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ആദ്യകൂട്ടൻ ആൾ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കില്ല. അവനിഷ്ടം ഒരു ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയാൽ അത് അവിടെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അവനും ഫ്രൈഡ് ചിക്കൻ നമുക്കും ഓർഡർ ചെയ്തു. യമ്മിയിലെ ബ്രോസ്റ്റ് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് യമ്മിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് രാത്രി നമുക്ക് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വക ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ പാർട്ടി ഉണ്ടായിരുന്നു. ഒരു സ്മോൾ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അവർ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോനും ഉണ്ടായിരുന്നു, ടോയ്സ് കാര്യങ്ങളൊക്കെ. ഏട്ടനെ ഞാൻ ശരിക്കും ഇച്ചായ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചായൻ്റെ വഴി എനിക്കൊരു ചെയിനായിരുന്നു ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വകയാണ് ഈ ആനിവേഴ്സറി സ്പെഷ്യൽ കേക്ക്. ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഒരാൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവരൊക്കെ ജിമ്മിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഒരുപാട് കേക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ നേരെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വീഡിയോയിലെ സ്പെഷ്യൽ മൊമെൻറ്റ്സ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.